കോഴിക്കോട് മുക്കത്ത് 3 കിലോയോളം MDMA പിടികൂടി. 500 ഗ്രാം MDMAയുമായി പുളപ്പൊയിൽ സ്വദേശിയായ യുവാവ് പിടിയിലായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 കിലോയോളം MDMA കണ്ടെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് പോലീസ് മുക്കത്ത് നടത്തിയത്. 2 സംഭവങ്ങളിലായി 3 കിലോയോളം MDMAയുമായി 2 പേരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ മുക്കം സിവിൽ സ്റ്റേഷന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് 500 ഗ്രാമിലേറെ MDMAയുമായി 36-കാരനായ മുക്കം നീലേശ്വരം സ്വദേശി പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയാണ് ആദ്യം പിടിയിലായത്. കോഴിക്കോട് റൂറൽ SP ടി ഷറാഫിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ പിടികൂടിയത്. ഇവിടെ മുമ്പ് കുട്ടികളായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് ടീമും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്ത ഒരു വീടായിരുന്നു ഇവിടെ. ഇന്നാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരെ ആളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. മലയോര മേഖലയിൽ തന്നെ മൊത്തത്തിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗം വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഭാഗമായി തടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മയക്കുമരുന്ന് വേട്ട വളരെ അഭ്യന്തരമാണ്. കേരളത്തിലെ മൊത്ത വിതരണക്കാരിൽ പ്രധാനിയായ ഹനീഫയെ ഡാൻസ് ഓഫ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഇയാൾ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയതായി വിവരം ലഭിച്ചത്. തുടർന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പിടികൂടുകയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി കേരളത്തിലെത്തിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന മണാശ്ശേരി കയ്യേരിക്കലിലെ വീട്ടിൽ MDMA സൂക്ഷിച്ചതായി വിവരം ലഭിച്ചു. പരിശോധനയിൽ 2 കിലോ 300 ഗ്രാം MDMAയും പിടികൂടി. ഇവിടെ വെച്ച് ഒരു സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. SIമാരായ വിനീത് വിജയൻ, രാജീവ് ബാബു, ശ്രീരാഗ് K, മനോജ് രാമത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്.